ഇത് ചെയ്താൽ അത് കിട്ടുമോ? ഞാൻ പറഞ്ഞു വന്നത് സ്മൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൻ്റെ ഏസിമെട്രി മാറി കിട്ടുമോ എന്നുള്ള ഒരു സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലരുടെ ആഗ്രഹം ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ ആ ഒരു കാര്യം ശരിയായി കിട്ടുമോ എന്നുള്ളതാണ്. ഈ ഏസിമെട്രി ഫേസിൽ ഉണ്ടാവുന്നതും പല്ലിൻ്റെ മാലോക്ലൂഷനും തമ്മിൽ വളരെയധികം റിലേറ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ എത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് ഇതിൻ്റെ കറക്ഷൻസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഇങ്ങനെ എലോബറേറ്റ് റിസൾട്ട്സ് കിട്ടുന്നതിൻ്റെ ആയിട്ടുള്ള റിലേഷൻ. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഫേഷ്യൽ കറക്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേഷ്യൽ ഏസിമെട്രി നമുക്ക് മാറ്റിയെടുക്കണം എന്നുദ്ദേശിച്ചാണ് സ്മൈൽ കറക്ഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള പ്രോപ്പർ അസസ്മെന്റ്സും ഇവാലുവേഷൻസും ഒക്കെ വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ചെറിയൊരു കറക്ഷൻ സ്മൈലിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഫേസിൽ അങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് ആരും സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പോകരുത്. ഇത് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ ഡിഫോമിറ്റി ആണ്. നമുക്ക് സ്മൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ഒരു ഗുണമുണ്ടാകും എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസിൽ നമുക്ക് സ്മൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് ഫേഷ്യൽ ഏസിമെട്രി കറക്ഷൻസ് ആയിട്ട് കിട്ടാറുണ്ട്. ബട്ട് ഇത് ചെയ്തതുകൊണ്ട് അത് ശരിയാവുമോ എന്ന് ചോദിക്കുന്നത് വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്.